അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നത് അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം നിങ്ങളെ ആകാശത്തോളം ഉയരങ്ങളിലേക്ക് വിളിക്കുന്നു, എന്നാൽ മറ്റൊരു ഭാഗം നിങ്ങളെ ഇരുളടഞ്ഞ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കരുതുന്നത് നമ്മൾ ഒരാളാണെന്നാണ്, പക്ഷെ സത്യം അതല്ല. നിങ്ങൾ വെറും ഒരു വ്യക്തിയല്ല, നിങ്ങൾ ഒരു വലിയ യുദ്ധഭൂമിയാണ്. ഒരേ ഹൃദയത്തിനുള്ളിൽ 7 വ്യത്യസ്ത ശബ്ദങ്ങൾ, 7 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, ഓരോന്നും അധികാരത്തിനായി പരസ്പരം പോരടിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് ഇതിൽ ആരാണ്? നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും നിശ്ചയിക്കുന്നതും സത്യത്തിൽ ആരാണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? ഇന്നു നമ്മൾ മനുഷ്യ ആത്മാവിന്റെ ഏറ്റവും ആഴമേറിയ ഒരു രഹസ്യത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. ഒരു മഹാനായ ജ്ഞാനി, ഒരു ആത്മീയ സമുദ്രം, ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി നമുക്ക് മുന്നിൽ വെച്ചു തന്ന ആ ഭൂപടം, നഫ്സിന്റെ 7 തലങ്ങൾ. ഇത് വെറുമൊരു അറിവല്ല, ഇതൊരു കണ്ണാടിയാണ്. ഒരിക്കൽ ഇതിലേക്ക് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ കഴിയില്ല. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും സത്യത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്താണ് നിങ്ങളെ തളച്ചിടുന്നതെന്നും എവിടേക്കാണ് നിങ്ങൾ ഉയരേണ്ടതെന്നും നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. കാരണം ഓരോ നിമിഷവും ഓരോ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ തുടരണോ, അതോ ആ ഉയരങ്ങളിലേക്ക് കയറണോ? 1-ാം തലം, നഫ്സുൽ അമ്മാറ, അനിയന്ത്രിത മനസ്സ്. ഇവിടെയാണ് മിക്കവാറും എല്ലാവരും യാത്ര തുടങ്ങുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഭൂരിഭാഗം ആളുകളും ജീവിതകാലം മുഴുവൻ ഈ ഒരു വൃത്തത്തിനുള്ളിൽ ശ്വാസം മുട്ടി മരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും നഫ്സ് തിന്മയ്ക്ക് കൽപ്പിക്കുന്നു. സ്വന്തം ആഗ്രഹങ്ങളുമായി അലിഞ്ഞു ചേർന്ന ഒരു അവസ്ഥയാണിത്. ഇതിനെ പ്രതിരോധിക്കാൻ ആ ആത്മാവിന് കഴിയില്ല. ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയാൽ അത് ആ നിമിഷം നേടിയെടുക്കണം. ഒരു പ്രേരണയുണ്ടായാൽ ചിന്തിച്ചു നിൽക്കാതെ അതിലേക്ക് ചാടി വീഴണം. വെറും സഹജവാസനകളാൽ മാത്രം നയിക്കപ്പെടുന്ന ഒരു വന്യമൃഗത്തെ പോലെയാണ് ഇവിടെ മനുഷ്യൻ. ഈ തലത്തിൽ നഫ്സ് ഒരു ലളിതമായ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് പ്രവർത്തിക്കുന്നത്. സുഖങ്ങൾ മാത്രം തേടുക, വേദനകളെ ഭയന്നോടുക, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കീഴടക്കുക, എന്ത് വില കൊടുത്തും തന്റെ അഹന്തയെ, ഈഗോയെ സംരക്ഷിക്കുക. സ്വന്തം താല്പര്യങ്ങൾക്കായി യാതൊരു മടിയും കൂടാതെ നുണ പറയാൻ ഇവർക്ക് കഴിയും. ചതിക്കാനോ മോഷ്ടിക്കാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഇവർക്ക് മടിയുണ്ടാകില്ല. പിടിക്കപ്പെടുമെന്ന ഭയമല്ലാതെ ചെയ്ത തെറ്റിൽ ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഖേദവും തോന്നില്ല. ഇവരുടെ ധാർമ്മികത എന്നത് വെറും പുറംമൂടി മാത്രമാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലോ ശിക്ഷ ലഭിക്കുമെന്നുറപ്പുള്ളപ്പോഴോ മാത്രമേ ഇവർ മര്യാദയ്ക്ക് പെരുമാറൂ. ഇബ്നു അറബി ഒരു കാര്യം പ്രത്യേകം നിരീക്ഷിച്ചു. ഈ തലത്തിലുള്ളവരെല്ലാവരും കുറ്റവാളികളായിരിക്കണമെന്നില്ല. പലരും വലിയ രീതിയിൽ സാമൂഹികമായി വിജയിച്ചവരായിരിക്കും. പുറമേ വലിയ വിശ്വാസികളായിരിക്കും. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നോമ്പ് നോൽക്കുന്നുണ്ടാകാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതെല്ലാം ഒരു കച്ചവടം പോലെയാണ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. പകരം സ്വർഗമെന്ന മോഹമോ നരകമെന്ന ഭയമോ മാത്രമാണ് അവരെ നയിക്കുന്നത്. ഞാൻ നിനക്ക് ഇത് തരുന്നു, പകരം നീ എനിക്ക് അത് തരണം എന്നൊരു കരാറ് പോലെയാണ് ഇവർ മതം ആചരിക്കുന്നത്. ഇവിടെ ഹൃദയത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ശിക്ഷയും പ്രതിഫലവും നോക്കിയുള്ള വെറും അഭിനയങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ഈ തലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്തെന്നാൽ താൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ആ വ്യക്തിക്ക് ഒരു ധാരണയുമില്ല എന്നതാണ്. അവരൊരു യന്ത്രം പോലെയാണ്. ഒരു അപമാനം കേട്ടാൽ ഉടൻ ദേഷ്യം വരും. അവിടെ ചിന്തിക്കാൻ ഇടമില്ല. ഒരാഗ്രഹം തോന്നിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അവർ അതിന് പിന്നാലെ ഓടും. ഇവർ ആഗ്രഹങ്ങളുടെ നൂലിലാടുന്ന പാവകളെ പോലെയാണ്. എങ്കിലും തങ്ങൾ സ്വതന്ത്രമായാണ് തീരുമാനമെടുക്കുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഇബ്നു അറബി പറഞ്ഞു, ഈ തലത്തിന്റെ ദുരന്തം തങ്ങൾ തടവിലാണെന്ന് ഇവിടുത്തെ ആളുകൾ അറിയുന്നില്ല എന്നതാണ്. തങ്ങളെ തന്നെ വസ്തുനിഷ്ഠമായി കാണാൻ ഇവർക്ക് കഴിയില്ല. ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഒരു വലിയ ഷോക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ ഒരു വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളിൽ ഭയം തോന്നുന്ന ഒരു നിമിഷം. എങ്കിൽ മാത്രമേ ഈ തടവറയുടെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. 2-ാം തലം, നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ഇതാണ് യഥാർത്ഥ ഉണർവിന്റെ തലം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ നാമത്തിൽ ഇതിനെ സത്യം ചെയ്തു പറയുന്നു. കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇവിടെ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. ആ വ്യക്തി തന്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നു. അവരിപ്പോൾ വെറുമൊരു യന്ത്രമല്ല. സ്വന്തം പെരുമാറ്റത്തെ നോക്കി നിൽക്കാനും അത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കാനും അവർക്ക് കഴിയുന്നു. ഇതൊരു തരത്തിൽ വിമോചനമാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ ഇതൊരു വലിയ പീഡനവുമാണ്. 2-ാം തലത്തിലുള്ള ഒരാൾ നിരന്തരമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലാണ്. അവരുടെ ഒരു ഭാഗം ഇപ്പോഴും പഴയ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കായി കൊതിക്കുന്നു.
എന്നാൽ മറ്റൊരു ഭാഗം വിരൽ ചൂണ്ടി പറയുന്നു, ഇത് തെറ്റാണ്, നീ ഇത് ചെയ്യാൻ പാടില്ല. അവർ തെറ്റു ചെയ്യുന്നു. അതിനുശേഷം വല്ലാതെ തകർന്നു പോകുന്നു. മാറുമെന്ന് സ്വയം ഉറപ്പിക്കുന്നു. പക്ഷെ ആ ഉറപ്പ് വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നു. അവർ കണ്ണുനീരോടെ പശ്ചാത്തപിക്കുന്നു. ഇനി ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷം അതേ ചതുപ്പിൽ തന്നെ അവർ വീണ്ടും വീഴുന്നു. ഒരേ മനുഷ്യനിലുള്ളിലെ നന്മയും തിന്മയും തമ്മിലുള്ള ആഴമേറിയ പോരാട്ടമാണിത്. ഇബ്നു അറബി ഒരു കൈപ്പേറിയ സത്യം ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. മിക്ക മതവിശ്വാസികളും ഈ ഒരു തലത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവർ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധരായ മനുഷ്യരാണ്. പക്ഷെ അവർക്കുള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. റമദാനിൽ അവർ അതിശുദ്ധമായ മനസ്സോടെ നോൻപ് നോൽക്കും. പക്ഷെ ആ മാസത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയും. പ്രാർത്ഥനയിൽ അവർ വിങ്ങിപ്പൊട്ടി കരയും. പക്ഷെ തൊട്ടടുത്ത ദിവസം കച്ചവടത്തിലോ ഇടപാടുകളിലോ അവർ ചതി നടത്തും. ഈ ഘട്ടത്തിൽ ആ വ്യക്തി തന്റെ പരാജയങ്ങളിൽ ലജ്ജിക്കുകയും തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പാപം, കുറ്റബോധം, പശ്ചാത്താപം, താൽക്കാലികമായ മാറ്റം, വീണ്ടും പാപം, ഇതൊരു അവസാനമില്ലാത്ത വിഷമവത്തമായി മാറുന്നു. പലരും ഈ മാനസിക പോരാട്ടത്തെ വലിയൊരു ആത്മീയ പുരോഗതിയായി തെറ്റിദ്ധരിക്കുന്നു. കുറ്റബോധം തോന്നുന്നത് കൊണ്ട് താൻ ശരിയായ വഴിയിലാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ മാറ്റമില്ലാത്ത കുറ്റബോധം വെറും ഒരു മാനസിക പീഡനം മാത്രമാണ്. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പക്ഷെ അതിന് ശ്രമിക്കുന്ന ഒരു പാപിയാണ് എന്ന ചിന്തയിൽ അവർ പോലും അറിയാതെ ഒരുതരം അഹങ്കാരം കണ്ടെത്തുന്നു. ഈ വീഴ്ചയുടെയും പശ്ചാത്താപത്തിന്റെയും ചക്രത്തിന് അടിമകളാകുന്നു. ഈ ശീലങ്ങൾ മാറിക്കഴിഞ്ഞാൽ താൻ ആരായിത്തീരുമെന്ന ഭയം അവരെ വേട്ടയാടുന്നു. ഇവിടെ നിന്ന് മുന്നേറാൻ നെഫ്സിനൊരു പൊരുതുന്നതിന് പകരം അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പഠിക്കണം. ആഗ്രഹവും ആ ആഗ്രഹത്തെ കുറ്റപ്പെടുത്തുന്ന ശബ്ദവും ഒരേ ഞാൻ എന്ന് നെഫ്സിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് മൂന്നാം തലത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. മൂന്നാം തലം നഫ്സുൽ മുൽഹിമ, പ്രചോദനം ലഭിക്കുന്ന മനസ്സ്. ഈ തലത്തിലെത്തുമ്പോൾ ഉള്ളിലെ ആ വലിയ ആഭ്യന്തര യുദ്ധം ശാന്തമാകാൻ തുടങ്ങും. ശരിക്കും ആത്മാവിന് ഗുണകരമായത് ഏതെന്നും വെറും തോന്നലുകൾ മാത്രമായത് ഏതെന്നും തിരിച്ചറിയാനുള്ള വിവേകം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ ഉണർവിനെ കുറിച്ച് പറയുന്നു, നെഫ്സിനും അതിനെ പാകപ്പെടുത്തിയവനും സത്യം, എന്നിട്ട് അതിന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം നൽകി. ഇവിടെയാണ് നിങ്ങളുടെ അന്തർബോധം അഥവാ ഇൻറ്റ്യൂഷൻ ഉണരുന്നത്. മൂന്നാം തലത്തിലുള്ള ഒരാൾക്ക് തൻ്റെ ആഗ്രഹങ്ങളെ നേരിടാൻ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നില്ല. ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവ ഉടൻ ഒരു പ്രവൃത്തിയായി മാറുന്നില്ല. ഒരാഗ്രഹവും അതിൻ്റെ പ്രവൃത്തിയും തമ്മിൽ ഒരു ഇടവേള ജനിക്കുന്നു. അവർക്ക് ദേഷ്യം തോന്നും, പക്ഷെ അവർ ഉടൻ പ്രതികരിക്കില്ല. ആഗ്രഹങ്ങളെ ബലം പ്രയോഗിച്ച് എതിർക്കുന്നത് അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ എന്നവർ തിരിച്ചറിയുന്നു. പകരം അവയെ സ്നേഹത്തോടെ മനസ്സിലാക്കാൻ അവർ പഠിക്കുന്നു. ഒരാഗ്രഹം തോന്നുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ ചോദിക്കുന്നു, ഇതെന്താണ്? ഇത് ശരീരത്തിന്റെ യഥാർത്ഥ വിശപ്പാണോ, അതോ ഉള്ളിലെ ശൂന്യത നികത്താനുള്ള വെറും ഒരു ശ്രമമാണോ? ആഗ്രഹത്തെ ഒരു സാക്ഷിയെപ്പോലെ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുമ്പോൾ അത് മഞ്ഞുരുകുന്നത് പോലെ താനെ ഇല്ലാതാകുന്നു. പ്രചോദനം ലഭിക്കുന്ന ഈ മനസ്സിന് യുക്തിക്കും ചിന്തകൾക്കും അപ്പുറമുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. ചിലപ്പോൾ ഒരു ബിസിനസ് കരാറിൽ ഏർപ്പെടുമ്പോൾ പുറമേ എല്ലാം കൃത്യമാണെന്ന് തോന്നിയാലും മനസ്സിനുള്ളിൽ ഒരു വേണ്ട എന്ന മന്ത്രണം മുഴങ്ങുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അത് വലിയൊരു ചതിയായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. ഇതൊരത്ഭുതമല്ല, മറിച്ച് നിങ്ങളുടെ ബോധം യുക്തിയുടെ അതിരുകൾ കടന്ന് അറിവിന്റെ വിശാലമായ മേഖലകളിലേക്ക് എത്തുന്നു എന്നതാണ്. ജീവിതം അള്ളാഹുവിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. എങ്കിലും ഇവിടെ ഒരു വലിയ അപകടമുണ്ട്, ആത്മീയ അഹങ്കാരം. ജീവിതം സുഗമമാകുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുമ്പോൾ താൻ ലക്ഷ്യത്തിലെത്തിയെന്ന് കരുതി പലരും ഇവിടെ തങ്ങുന്നു. എന്നാൽ ഓർക്കുക, ഇത് യാത്രയുടെ അവസാനമല്ല. 4 മുതൽ 7 വരെയുള്ള തലങ്ങൾ ഇതിലും വലിയ ത്യാഗങ്ങളും സമർപ്പണവും ആവശ്യപ്പെടുന്നവയാണ്. 4-ാം തലം നഫ്സുൽ മുത്മയിന്ന, ശാന്തമായ മനസ്സ്. വിശുദ്ധ ഖുർആൻ ആദ്യമായി പ്രശംസിച്ച് സംസാരിക്കുന്ന ആത്മാവിന്റെ തലം ഇതാണ്. അള്ളാഹു ഇതിനെ അഭിസംബോധന ചെയ്യുന്നത് എത്ര മനോഹരമായാണ്. ഹേ ശാന്തമായ ആത്മാവേ, നിന്റെ രക്ഷിതാവിങ്കിലേക്ക് അവനിൽ തൃപ്തിയടഞ്ഞുകൊണ്ടും അവന്റെ തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങുക. ഇവിടെയാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ യഥാർത്ഥ ആന്തരിക സമാധാനം കൈവരിക്കുന്നത്. ഇത് ആഗ്രഹങ്ങളെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്തി ഉണ്ടാക്കിയെടുത്ത ഒരു നിശബ്ദതയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹിതവുമായി തന്റെ മനസ്സിനെ പൂർണ്ണമായും ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ പ്രശാന്തതയാണ്. ഇവിടെ നഫ്സ് പൂർണ്ണമായ അച്ചടക്കം കൈവരിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ഇഷ്ടപ്പെടുക എന്ന അത്യപൂർവമായ പാകതയിലേക്ക് ഈ ആത്മാവ് വളർന്നു കഴിഞ്ഞു. 4-ാം തലത്തിലുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. പ്രാർത്ഥന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമമായി മാറുന്നു. ക്ഷമിക്കാൻ അവർ സ്വയം നിർബന്ധിക്കുന്നില്ല, കാരണം ക്ഷമയെന്നത് ഇപ്പോൾ അവരുടെ സ്വഭാവമാണ്. മതനിയമങ്ങൾ അവർക്ക് പുറമേ നിന്നുള്ള ഭാരമല്ല, മറിച്ച് ഉള്ളിൽ നിന്നുള്ള സ്വാഭാവികമായ താല്പര്യങ്ങളാണ്. ഇവിടെ വെച്ച് വെറും പ്രതികരണങ്ങൾ, റിയാക്ടിവിറ്റി അവസാനിക്കുന്നു.
ജീവിതം നിങ്ങളെ തള്ളുമ്പോൾ നിങ്ങൾ തിരിച്ചു തള്ളുന്നില്ല. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിലും നിങ്ങൾ ഒരു ദീപം പോലെ ശാന്തമായി ജ്വലിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ദേഷ്യപ്പെടുന്നതിന് പകരം ആ സാഹചര്യത്തെ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ടാകുന്നു. പണം നഷ്ടപ്പെട്ടാൽ പരിഭ്രമിക്കുന്നതിന് പകരം കൂടുതൽ ആഴമുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇബ്നു അറബി പറഞ്ഞു, ഒരാൾ 4-ാം തലത്തിലാണോ എന്ന് അവരിലെ സമാധാനം കണ്ട് തിരിച്ചറിയാം. അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരിലെ ആശങ്കകളെ മാറ്റുകയും ചുറ്റുമുള്ള കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുകയും ചെയ്യുന്നു. അവർ സംസാരിക്കുമ്പോൾ വ്യക്തതയുണ്ടാകുന്നു, അവർ നോക്കുമ്പോൾ ആശ്വാസമുണ്ടാകുന്നു. എങ്കിലും ഇവിടെയും ഒരു നേർത്ത മറ ബാക്കിയുണ്ട്. അതൊരു സ്വത്വമാണ്. ഞാൻ സമാധാനത്തിലാണ് എന്ന് പറയാൻ അവിടെ ഇപ്പോഴും ഒരു ഞാൻ ബാക്കിയുണ്ട്. ഇതിലും ഉയർന്ന തലങ്ങൾ ഈ ഞാൻ എന്ന ഭാവം പോലും ഇല്ലാതാക്കി പ്രപഞ്ചനാഥനിൽ ലയിച്ചു ചേരുന്നതിനെ കുറിച്ചാണ്. 5-ാം തലം നഫ്സുൽ റാദിയ, തൃപ്തിയടഞ്ഞ മനസ്സ്. 5-ാം തലത്തിലെത്തുമ്പോൾ അസാധാരണമായ ഒന്ന് സംഭവിക്കുന്നു. തനിക്ക് എന്ത് സംഭവിക്കണം എന്നതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് സ്വന്തമായി മുൻഗണനകളോ നിർബന്ധങ്ങളോ ഇല്ലാതാകുന്നു. ഇത് ജീവിതം തോറ്റുപോയതുകൊണ്ടല്ല, മറിച്ച് തന്റെ ഉടമസ്ഥനായ അള്ളാഹു നിശ്ചയിക്കുന്നത് താൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരവും ഗുണകരവുമാണെന്ന ഉറച്ച ബോധം ആ ഹൃദയത്തിൽ വേരൂന്നുന്നു. വിശുദ്ധ ഖുർആൻ ഇതിനെ വിളിക്കുന്നത് അള്ളാഹുവിൽ തൃപ്തിയടഞ്ഞവനായി മടങ്ങുക എന്നാണ്. ഇത് വെറും ഒരു സഹിക്കലല്ല, മറിച്ച് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിലും ശാന്തമായി പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഈ തലത്തിലുള്ള ഒരാൾക്ക് ഒരു മാരക രോഗമോ കടുത്ത സാമ്പത്തിക തകർച്ചയോ ഹൃദയം തകർക്കുന്ന ചതിയോ നേരിടേണ്ടി വന്നാൽ അവരുടെ ഉള്ളിൽ നിന്നുയരുന്ന പ്രതികരണം യഥാർത്ഥമായ നന്ദി, ശുക്രായിരിക്കും. കഷ്ടപ്പാടുകൾ തന്റെ ആത്മീയ യാത്രയെ വേഗപ്പെടുത്തുമെന്ന് അവർക്കറിയാം. ആരോഗ്യത്തിന് നന്ദി പറയുന്നത് പോലെ അവർ രോഗത്തിനും നന്ദി പറയുന്നു. വേദനയുടെ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞാലും തെളിഞ്ഞ ആകാശത്തെ പോലെ അവരുടെ മനസ്സ് ശാന്തമായിരിക്കും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നത് അവരുടെ നാവിലല്ല, ജീവിത യാഥാർത്ഥ്യത്തിൽ ലയിച്ചു ചേർന്നതാണ്. അവർക്ക് വേണ്ടി പ്രത്യേക കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് അവർ നിർത്തുന്നു. എന്റെ ഇഷ്ടമല്ല നാഥ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നത് മാത്രമായി മാറുന്നു അവരുടെ ഓരോ പ്രാർത്ഥനയും. ഇബ്നു അറബി ഇതിനെ മനോഹരമായി വർണ്ണിച്ചു. 5-ാം തലത്തിൽ ഹൃദയം ശുദ്ധമായ സ്വർണം പോലെയായി മാറുന്നു. അതിനെ ഏതു രൂപത്തിലേക്കും മാറ്റാൻ പ്രയാസമില്ല. സ്വർണത്തിന് എന്ത് രൂപം കിട്ടിയാലും അത് സ്വർണമായിരിക്കുന്നത് പോലെ ഏത് സാഹചര്യത്തിലും ഈ മനസ്സ് തിളക്കമുള്ളതായി തുടരുന്നു. 6-ാം തലം നഫ്സുൽ മർദിയ, തൃപ്തി ലഭിച്ച മനസ്സ്. ഇത് 5-ാം തലത്തിന്റെ മനോഹരമായ ഒരു പ്രതിഫലനമാണ്. 5-ാം തലത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ തൃപ്തനാകുകയാണെങ്കിൽ 6-ാം തലത്തിൽ അള്ളാഹു നിങ്ങളിൽ തൃപ്തനാകുന്നു. ഒരു വ്യക്തി തന്റെ നാഥന്റെ ഇഷ്ടങ്ങളുമായി എത്രത്തോളം അലിഞ്ഞു ചേരുന്നുവോ അത്രത്തോളം അയാൾ വെറുമൊരു ഉപകരണം മാത്രമായി മാറുന്നു. ഖുർആൻ ഈ ഉന്നതമായ അവസ്ഥയെപ്പറ്റി പറയുന്നു. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും. ഇവിടെ അവരുടെ പ്രവൃത്തികൾ അള്ളാഹുവിന്റെ പ്രവൃത്തി എന്നോണം പരിശുദ്ധമാകുന്നു. 6-ാം തലത്തിലുള്ളവർക്ക് വ്യക്തിപരമായ അജണ്ടകളോ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളോ ഇല്ല. അവർ പ്രശസ്തിക്കോ പദവിക്കോ, എന്തിനധികം പുണ്യത്തിനു വേണ്ടി പോലുമോ ഒന്നും ചെയ്യുന്നില്ല. ഒരു മരം സ്വാഭാവികമായി ഫലം നൽകുന്നത് പോലെ, ഒരു പൂവ് സുഗന്ധം പരത്തുന്നത് പോലെ അവരിൽ നിന്ന് നന്മകൾ താനെ പ്രവഹിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന അബ്ദാലുകൾ അഥവാ പകരക്കാരായ മഹാന്മാർ ഇവരാണ്. ഇവർ പലപ്പോഴും വെറും സാധാരണക്കാരായി നമുക്കിടയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇവരെ തിരിച്ചറിയാറില്ല. ഒരുപക്ഷെ നിങ്ങളുടെ അയൽപ്പക്കത്തെ ഒരു സാധാരണ കടക്കാരനായോ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനായോ ഇവർ ജീവിച്ചു തീർക്കാം. തങ്ങൾ നടക്കുന്നത് ശരിയായ പാതയിലാണെന്ന ഉറച്ച ബോധം ഇവർക്കുണ്ടാകുന്നു. ഇവിടെ ഞാൻ അള്ളാഹുവിനെ പ്രീണിപ്പിക്കുന്നു എന്ന വേർതിരിവ് അവസാനിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടവും ഇവരുടെ ഇഷ്ടവും ഒന്നായി മാറിയിരിക്കുന്നു. ഇബ്നു അറബി നിരീക്ഷിച്ചു, ഈ തലത്തിലുള്ളവർ തങ്ങളുടെ പദവി ലോകത്തിനു മുന്നിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. കാരണം പ്രശസ്തി എന്നത് കനലുകളെ പോലെ അഹന്തയെ വീണ്ടും ഉണർത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. 7-ാം തലം നഫ്സുൽ കാമില, പൂർണ്ണത പ്രാപിച്ച മനസ്സ്. 7-ാം തലത്തിലെത്തുമ്പോൾ മനുഷ്യൻ വരച്ച ഭൂപടങ്ങൾ അവസാനിക്കുകയും ആത്മീയതയുടെ നിഗൂഢതകൾ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനെ പൂർണ്ണത പ്രാപിച്ച നഫ്സ് എന്ന് വിളിക്കാമെങ്കിലും യാത്ര ഇവിടെ അവസാനിച്ചു എന്നല്ല അതിനർത്ഥം. മറിച്ച് ഉള്ളിലെ ഞാൻ എന്ന കടുപ്പമേറിയ ഭാവം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇതാണ് ഇബ്നു അറബി വിശേഷിപ്പിച്ച ഇൻസാനുൽ കാമിൽ എന്ന സമ്പൂർണ്ണ മനുഷ്യൻ. ഈ തലത്തിൽ ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി ആ ചോദ്യം തന്നെ ഇല്ലാതാകുന്നു. താനൊരു താൽക്കാലിക രൂപം മാത്രമാണെന്നും പ്രപഞ്ചനാഥന്റെ ബോധമാണ് തന്നിലൂടെ പ്രകടമാകുന്നതെന്നും ഇവർ തിരിച്ചറിയുന്നു. അവർ ഒരേ സമയം ഒന്നുമല്ലാത്തവരും എന്നാൽ എല്ലാം ഉള്ളവരുമാണ്. സമുദ്രത്തെ തിരിച്ചറിഞ്ഞ ഒരു തിരമാലയെ പോലെയാണവർ. തിരമാല സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊന്നല്ലെന്ന സത്യം അവർ അനുഭവിച്ചറിയുന്നു.
ഇവർ വിനയമുള്ളവരാണോ അതോ ആത്മവിശ്വാസമുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അവർ രണ്ടുമാണ്, എന്നാൽ ഒന്നുമില്ല. കാരണം വിനയവും ആത്മവിശ്വാസവും കാണിക്കാൻ അവിടെ രണ്ടാമതൊരു ഞാൻ ബാക്കിയില്ല. ഏഴാം തലത്തിന്റെ ഏറ്റവും വലിയ അടയാളം അത്ഭുതകരമായ സാധാരണിത്യമാണ്. അവർ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, തളരുമ്പോൾ ഉറങ്ങുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ പ്രത്യേകമായ ആത്മീയ ഭാവങ്ങളൊന്നും അവർ പ്രകടിപ്പിക്കുന്നില്ല. അവർ പ്രത്യേക അവസ്ഥകളിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നില്ല. കാരണം എല്ലാം അല്ലാഹു ആണെന്നും താൻ എപ്പോഴും ആ സാന്നിധ്യത്തിലാണെന്നും അവർക്കറിയാം. ഇബ്നു അറബി ഒരു കാര്യം പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ തലം വെറും പരിശ്രമം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒന്നല്ല. കാരണം പരിശ്രമിക്കാൻ പോലും അവിടെ ഒരു അഹങ്കാര ആവശ്യമാണ്. എല്ലാ അന്വേഷണങ്ങളും അവസാനിക്കുമ്പോൾ ബാക്കിയാകുന്ന ഒന്നാണത്. ഇതൊരു വലിയ അനുഗ്രഹമായി നാഥൻ ആത്മാവിന് നൽകുന്നതാണ്. ഓർക്കുക, ഇബ്നു അറബിയുടെ ഈ ഭൂപടം നമ്മെ വിധികൾ കൽപ്പിക്കാനുള്ളതല്ല. ഒരാൾ ഒന്നാം തലത്തിലാണെന്ന് കരുതി അയാൾ മോശക്കാരനോ ഏഴാം തലത്തിലുള്ളവൻ വലിയവനോ ആകുന്നില്ല. ഓരോ തലവും നമ്മെ പഠിപ്പിക്കാനുള്ള ഓരോ പാഠങ്ങളാണ്. ഒരു വിദ്യാലയത്തിൽ ക്ലാസുകൾ ഓരോന്നായി കയറുന്നത് പോലെയാണിത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് സത്യസന്ധമായി ഒന്ന് നോക്കുക. താൻ വലിയ ആളാണെന്ന് നടിക്കുന്നത് ആത്മീയ അഹങ്കാരമാണ്. അതുപോലെ താഴെ തട്ടിലാണെന്ന് കരുതി നിരാശപ്പെടേണ്ടതുമില്ല. ഓരോ നിമിഷവും നിങ്ങൾ ബോധത്തിലേക്ക് ഉണരാനുള്ള ആത്മാർത്ഥമായ ശ്രമം മാത്രമാണ് നടത്തേണ്ടത്. സത്യത്തിൽ ഈ 7 തലങ്ങൾ എന്നത് 7 വ്യത്യസ്ത വ്യക്തികളല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എത്രത്തോളം മറന്നുപോയി എന്നതിന്റെ കണക്കാണ്. ഒന്നാം തലത്തിൽ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായും മറന്നുപോകുന്നു. എന്നാൽ 7ആം തലത്തിൽ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായും ഓർത്തെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഭൂപടം കണ്ടു കഴിഞ്ഞു. ചോദ്യം ഇനി ഇതാണ്: നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ നഫ്സ് ഇപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുകയാണോ, അതോ അതിനെ തിരിച്ചറിയാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു? ഓർമ്മിക്കുക, ഈ യാത്ര മറ്റാരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒന്നാം തലത്തിൽ നിന്ന് 7ആം തലത്തിലേക്കുള്ള ദൂരം എന്നത് വെറും ഒരു ചുവടല്ല, അതൊരു വലിയ ഉണർവാണ്. ഓരോ തവണ നിങ്ങൾ ബോധപൂർവം ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുമ്പോൾ, ഓരോ തവണ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. മറക്കരുത്, അല്ലാഹു നിങ്ങളെ ഈ യാത്രയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. അവൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾ അവനിലേക്ക് ഒരു ചുവട് വെച്ചാൽ അവൻ നിങ്ങളിലേക്ക് ഓടിവരും. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കുക. ഒന്നും അറിയാതെ ഉറക്കത്തിൽ എന്നതുപോലെ ജീവിക്കുന്ന ഒരാളായി തുടരണമോ, അതോ ബോധത്തോടെ ഉണർന്ന ഒരു പുതിയ മനുഷ്യനായി മാറണമോ? ഈ വീഡിയോ നിങ്ങൾക്ക് സ്വയം നോക്കാൻ ഒരു കണ്ണാടിയായി മാറിയെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൂടി എത്തിച്ചു നൽകുക. കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു ചെറിയ ഉണർവ് മറ്റൊരാളുടെ ജീവിതത്തിലെ ഇരുട്ട് നീക്കാൻ മതിയായതാണ്. അല്ലാഹു നമ്മൾ എല്ലാവരെയും ശുദ്ധമായ ഹൃദയങ്ങളുള്ളവരാക്കി മാറ്റട്ടെ. നമ്മുടെ നഫ്സിനെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള ആത്മബലം അവൻ നമുക്ക് നൽകട്ടെ. നാഥനോട് ഏറ്റവും അടുത്തവരിലായി അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.